മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊടിയാ ചിറകു ചെറുതിളക്കി. നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറുമീ ഗാനമൊന്നേറ്റുപാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്നു കിളികളില്ല. പതിവു പോൽ കൊത്തിപ്പിരിഞ്ഞു പോയി മേച്ചൂട് അടവച്ചുണർത്തിയ കൊച്ചുമക്കൾ. മഴുതുന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നൊരു പാട്ടുകൂടി പാടുന്ന കാട്ടുപക്ഷിയെ ചിത്രീകരിക്കുന്നത് വഴി വനനശീകരണത്തിന്റെ ദുരന്തത്തെ കവിതയുടെ ആർദ്രമായ ഭാഷയിലൂടെ അവതരിപ്പിക്കുകയാണ് പ്രകൃതി സ്നേഹിയായ കവയത്രി സുഗതകുമാരി. സർ, മരങ്ങൾ മുറിച്ചിട്ട അവിടെയെല്ലാം പക്ഷികൾ വന്നിരുന്ന് പാടുമോ? ഇരിക്കെ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ കവിതകൾക്ക് മറ്റ് സാഹിത്യരൂപങ്ങൾ അപേക്ഷിച്ച് ഭാവനയുടെയും സൗന്ദര്യത്തിൻ്റെതുമായൊരു പ്രത്യേക തലമുണ്ട്. ഒരു ചിറക് ഒടിഞ്ഞുപോയെങ്കിലും ഒടിയാത്ത മറ്റൊരു ചിറകിന്റെ താളത്തോടുകൂടി പിന്നെയും പാടി നോക്കുന്ന പക്ഷിയെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചുള്ളൂ. സാർ, ഞങ്ങൾക്ക് സുഗതകുമാരി എന്ന കവയിത്രിയെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ട്. പത്രത്തിലിടയ്ക്ക് ഫോട്ടോ കണ്ടിട്ടുണ്ട്. വനിതാ കമ്മീഷൻ എന്നോ പ്രകൃതി സംരക്ഷണ സമിതി എന്നോ വായിച്ചതായി ഓർക്കുന്നു. അതൊന്ന് പറഞ്ഞു തരാമോ? സുഗതകുമാരി ടീച്ചർ ഒരു കവയത്രി മാത്രമല്ല, കർമ്മനിരതയായ ഒരു സാമൂഹിക പ്രവർത്തക കൂടിയാണ്. പ്രകൃതിക്ക് വേണ്ടി എഴുതുകയും മനുഷ്യന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സ്വരമുയർത്തുകയും ചെയ്തു. തിരുവനന്തപുരം ജവഹർ ബാലഭവന്റെ പ്രിൻസിപ്പൽ, കുട്ടികൾക്കുള്ള തളിർ മാസികയുടെ പത്രാധിപ, സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. പ്രകൃതി സംരക്ഷണ സമിതിയുടെയും അഭയയുടെയും സ്ഥാപക സെക്രട്ടറിയാണ്. പാതിരാപ്പൂക്കൾ, രാത്രിമഴ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, രാധ എവിടെ തുടങ്ങി നിരവധി കൃതികൾ സുഗതകുമാരി ടീച്ചറിന്റേതായിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ അവാർഡും ആശാൻ പ്രൈസും ഒക്കെയായി നിരവധി പുരസ്കാരങ്ങൾ സുഗതകുമാരി ടീച്ചറിന് ലഭിച്ചിട്ടുണ്ട്. സർ, എവിടെയാണ് സുഗതകുമാരി ടീച്ചറിന്റെ വീട്? തിരുവനന്തപുരത്ത്. സ്റ്റഡി ടൂറിന് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സുഗതകുമാരി ടീച്ചറിന്റെ വീട്ടിലും പോവാം. പോരെ? ഈ കവിത അമ്മ ഒന്ന് താളത്തിൽ ചൊല്ലിയേ. അസലായിരിക്കുന്നു. നിന്റെ അമ്മയുടെ കഴിവ് മുഴുവൻ നിനക്കാ കിട്ടിയത്. അവള് ചെറുപ്പത്തിൽ നന്നായിട്ട് പാടുമായിരുന്നു. നന്നായിരിക്കുന്നു. ഈ കവിതയ്ക്ക് ആരാ ഈണം നൽകിയത്? പപ്പൻ മാമൻ ക്ലാസ്സിൽ പഠിപ്പിച്ചതാ. ഈ താളത്തിൽ തന്നെ മാമൻ പാടിയത്. അമ്മാവൻ ക്ലാസ്സിൽ പഠിപ്പിക്കണേന്റെ ഒരു ഗമ. ശേഷാരിക്ക് അതൊന്ന് വേറെ തന്നെയാണേ. മാമനും മോളും കൂടെ ക്ലാസ്സില് സംഗീത കച്ചേരി തന്നെ ആയിരിക്കും അല്ലേ? അതെ അതെ. വാ, മൂന്നാളും വന്ന് ഊണി കഴിക്കേ. ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാ അങ്ങനെ ആവട്ടെ. വാ മക്കളെ.
പാടി. അങ്ങനെ ഒരു ദിവസം കൂടെ കടന്നുപോയി. നിങ്ങൾ പോയി കിടക്കാൻ നോക്ക്, രാവിലെ പോകേണ്ടതല്ലേ. അമ്മോ, നീ ചൊല്ലിയ കവിതയില്ലേ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്തുകൊണ്ടാണെന്നോ, എനിക്കേറെ ഇഷ്ടമുള്ള കവയിത്രിയാണ് സുഗതകുമാരി. രാധ എവിടെയും, രാത്രി മഴയും, പാതിരാപ്പൂക്കളും ഞാൻ എത്ര തവണ വായിച്ചിരിക്കുന്നു. എനിക്കറിയാം, ചേച്ചിയുടെ ഷെൽഫിലിരിക്കുന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ രാത്രി മഴയും പാതിരാപ്പൂക്കളും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സുഗതകുമാരിയുടെ കവിതകൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് വേറിട്ടൊരു അനുഭവമാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, കവിതയെ സ്നേഹിക്കുന്ന ആർജവമുള്ള ഒരു മലയാളിയ പെണ്ണിന്റെ മനസ്സ്. ഒരു ദയമില്ലാതെ പ്രകൃതിയെ മുറിവേൽപ്പിക്കുന്നതിനെതിരെയുള്ള താക്കീതുകൾ നമുക്ക് ആ കവിതയിൽ കാണാൻ കഴിയും. മറ്റു ചിലപ്പോ ഏകാകിയുടെ നെടുവീർപ്പുകളും. അതിലേതെങ്കിലും ഒരു കവിത എനിക്ക് വേണ്ടി ഒന്ന് ചൊല്ലിത്തരുമോ ചേച്ചി? നീ കവിത ചൊല്ലുന്ന കേൾക്കുമ്പോ എനിക്ക് കൊതിയാ. എനിക്ക് അങ്ങനെയൊന്നും ചൊല്ലാൻ കഴിയില്ലല്ലോ. എങ്കിലും സുഗതകുമാരിയുടെ കവിതകൾ മിക്കതും എന്റെ മനസ്സിലുണ്ട്. ചില നേരങ്ങളിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ തിക്കി തിരക്കി അതെന്റെ മനസ്സിലേക്ക് കടന്നു വരും. രാത്രി മഴ വായിച്ചിട്ടുണ്ടോ മോള്? അത് വായിക്കുമ്പോ ആ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നത് നമ്മളാണെന്ന് തോന്നും. ആ, എന്താ പതിവില്ലാത്തൊരു വിഷമവും ഒറ്റയ്ക്ക് നിൽപ്പൊക്കെ? എന്തോ കുഴപ്പമുണ്ട്. ഏയ് ഒന്നുമില്ല. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതത്തില് എത്ര വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നു. ഈ മുഖം ഒന്ന് വാടിയാല് എനിക്കറിയില്ലേ. പറ, എന്താ കാര്യം? സേതുവിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു. അവൻ ഗൾഫ് വിട്ടിങ്ങോട്ട് പോരുവാണെന്ന്. അതിപ്പോ നല്ല കാര്യമല്ലേ? അതല്ല, അവൻ വരുമ്പം അവന് പുതിയ ഏതോ പരിപാടി ഉണ്ടെന്ന്. സൂപ്പർ മാർക്കറ്റോ ഷോപ്പിംഗ് കോംപ്ലക്സോ. നമ്മുടെ ഗ്രാമം പട്ടണമായി മാറിക്കൊണ്ടിരിക്കുക. അത് മനസ്സിലാക്കി ഇപ്പോഴേ എന്തെങ്കിലും ചെയ്താലേ നടക്കുമെന്ന്. നമ്മുടെ പറമ്പിലെ സർവ്വ മരങ്ങളും മുറിക്കണമെന്ന അവൻ പറയുന്നേ. എന്താ ഇനി പറയാ? അവന്റെ ആഗ്രഹം പോലെ സമ്മതിക്കാതെ പറ്റുമോ? തെക്കേ പറമ്പ് നിൽക്കുന്ന മാവിൽ എനിക്കൊരു കണ്ടുണ്ടായിരുന്നു. നമ്മുടെ ആരുടെയെങ്കിലും പട്ടണയ്ക്ക് അത് ഉതകിയനെ. കാരണവന്മാരായിട്ട് വെച്ചതും പിന്നെ നമ്മൾ തന്നെ നട്ടതും. നീയും കുറെ വെള്ളം കോരിയതല്ലേ? അതെ, പട്ടടയ്ക്ക് തന്നെ ഒരു മരം മുറിക്കേണ്ടി വന്ന പകരം നമ്മൾ 4 മരങ്ങൾ നട്ടിരുന്നു. കുഞ്ഞുങ്ങളെ പോലെ നമ്മൾ മരങ്ങളെ നോക്കിയിരുന്നത്. പറഞ്ഞിട്ട് എന്താ? അങ്ങൊന്ന് സമാധാനിക്കൂ. വരൂ, വരൂന്നേ. സാറേ ഒന്ന് നിന്നേ, ഒരു കാര്യം പറയട്ടെ. ഇന്നലെ ഭദ്രചേച്ചിയും സുഗതകുമാരി ടീച്ചറിനെ പറ്റി പറഞ്ഞു തന്നു. സ്റ്റഡി ടൂർ വരെ കാത്തിരിക്കാൻ എനിക്ക് വയ്യ. മാമന്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് പോകില്ലേ, അപ്പൊ ഞാനും കൂടെ വരാം. ആലോചിക്കട്ടെ. കൊണ്ടുപോയേ പറ്റൂ. ആ, നമസ്കാരം സിസ്റ്റർ. സാറിരിക്കെ. പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് ക്ലാസുകൾ നന്നായി കൈകാര്യം ചെയ്യാൻ പത്മകുമാർ സാറിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സിസ്റ്റർ, ഞാനിപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സുഗതകുമാർ ടീച്ചറിന്റെ ഒരു കവിതയാണ്. കവിത പഠിപ്പിച്ച് തീർന്നപ്പോൾ മുതൽ കുട്ടികൾക്കൊരാഗ്രഹം ടീച്ചറിനെ നേരിട്ടൊന്ന് കാണണമെന്ന്. ഓ ഷുവർ, ഈ വർഷത്തെ സ്റ്റഡി ടൂറിൽ അതുകൂടെ പ്ലാൻ ചെയ്തോളൂ. പഠിപ്പിക്കുന്നതിന് ചില സംശയങ്ങൾ തീർക്കുവാനായി അടുത്ത ദിവസം തന്നെ ഞാൻ സുഗതകുമാർ ടീച്ചറിനെ കാണുന്നുണ്ട്. ഓക്കെ മിസ്റ്റർ പത്മകുമാർ, ആ വലിയ കവിത്രിയെ എന്റെ അന്വേഷണങ്ങൾ കൂടി അറിയിക്കൂ. ശരി സിസ്റ്റർ. ഓക്കെ, Okay. താങ്ക് യു. അല്ല, ആരിത്? പ്രിയമോളോ? എന്തുണ്ട് വിശേഷം? മുത്തശ്ശി, ഭദ്ര എവിടെ പോയി? പറമ്പിലേക്ക് എങ്ങാനും പോയി കാണും. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ആ,
നീ ഇവിടെ ഒന്ന് ഒറ്റയ്ക്കിരിക്ക. ആ. നിന്നെ ഞാൻ എവിടെയെല്ലാം തിരക്കി. എന്തൊക്കെയോ ഓർത്ത് ഞാനിവിടെ ഇരുന്നു പോയി. എന്താ നീ ഓർത്തത്? കാലത്തിന് എന്തു മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് നിറഞ്ഞൊഴുകിയിരുന്ന പുഴ പെടുന്നതിനെ ഇല്ലാതാവുന്നു. ആമ്പലും താമരയും വിടർന്നു നിന്ന നമ്മൾ നീന്തിക്കളിച്ച കുളം ദാ കണ്ടോ, ഭിത്തി കെട്ടി തിരിച്ചിരിക്കുന്നു. നീ വെറുതെ അതും ഇതും ആലോചിക്കാതെ സ്വസ്ഥമായിട്ടിരിക്കാൻ നോക്ക്. കഴിയുന്നില്ല. സുഗതകുമാരിയുടെ ഒരു പാട്ട് പിന്നെ എന്ന കവിത അമ്മു ചൊല്ലിക്കേട്ടതിൽ പിന്നെ വല്ലാത്ത വേദന എന്നെ നിറയുകയാണ്. നമ്മുടെ തൊട്ടു മുന്നിൽ പ്രകൃതി ഇങ്ങനെ മുറിവേൽക്കുമ്പോ ഓ, ഇതുപോലെ ONV കുറുപ്പിന്റെ ഒരു കവിത നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇനിയും മരിക്കാത്ത നിന്നാസന്ന മൃതിയിൽ നിനക്ക് ആത്മശാന്തി. ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്കായി ഹൃദയത്തിൽ എന്നെ കുറിച്ച ഗീതം. ഭദ്ര, നിന്റെ ദുഃഖം എന്നിലേക്ക് നിറയുന്ന പോലെ വരൂ. നമ്മുടെ കോംപ്ലക്സിന്റെ എൻട്രൻസ് ദേ അവിടെയാണ്. കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെയായിരിക്കും അല്ലേ സർ? കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ വരുന്നത് വരെ വെറുതെ നോക്കിയിരിക്കുക. എന്നല്ല നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അതെ അതെ, കുട്ടികളും കൂടെ എങ്ങോട്ടെങ്കിലും പോയാൽ നമ്മൾ തനിച്ചാവും. ഏ ഇവരെ ബാംഗ്ലൂരിലോ മറ്റോ ബോർഡിംഗ് നിർത്തി പഠിപ്പിക്കുന്ന ഇടയ്ക്ക് പറയുന്ന കേട്ടല്ലോ. കൊണ്ടുപോകട്ടെ, എവിടെങ്കിലും കൊണ്ടുപോകട്ടെ. ആകെ ഒരു മോനുണ്ടായതിനെ പഠിപ്പിച്ച് വലുതാക്കി പറക്ക് മുറ്റിയപ്പം അവൻ മറ്റൊരു സ്ഥലത്തേക്ക് ചേക്കേറി. സ്വന്തം മോനെ മരുമോളെ കൊണ്ട് കിട്ടിച്ചാൽ മരുമോളെങ്കിലും കൂടെ കാണുമെന്ന് കരുതി കമ്പ്യൂട്ടറും കണക്കും ഒക്കെ പഠിപ്പിച്ച് അവൻ അവളെ കൊണ്ട് പോയില്ലേ. ആ ചെറുമക്കളെയെങ്കിലും കൂട്ടിന് കിട്ടിയത് ഭാഗ്യം. ഒന്ന് സമാധാനപ്പെടൂ, നമുക്ക് നമ്മുടെ കൊച്ചുമക്കള് പോരെ. ദാ അമ്മു വരുന്നു. ഹാ വാ മക്കളെ. ഭദ്ര എവിടെ? ഭദ്ര ലൈബ്രറി കയറി പുസ്തകങ്ങൾ നോക്കാൻ തുടങ്ങിയ പിന്നെ അവൾ ഇപ്പോഴെങ്ങും വരില്ല. അതുകൊണ്ട് ഞാൻ അമ്മുനെയും കൂട്ടി ഇങ്ങ് പോന്നു. അപ്പൊ ഞാൻ പോട്ടെ. അമ്മു, നാളെ കാണാം. ശരി. വാ. വാ മോളെ. നമ്മുടെ പറമ്പിൽ ആളുകളൊക്കെ നിൽക്കുന്നത് കണ്ടോ? ആരാ അവരൊക്കെ? പിന്നെ മോടെ അച്ഛൻ ഏർപ്പാടാക്കിയ ആൾക്കാരാ. എന്തൊക്കെയാണെന്ന് ആർക്കറിയാം. വാ പോ. ആ ശോഭയും റസീനയും വീടുമൊക്കെ പോരെ? ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു. മുത്തശ്ശിയോട് ഞാൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. കഥകളി കാണാൻ എല്ലാവരും റെഡിയല്ലേ? മുത്തശ്ശി അസലായിട്ട് ചെയ്യും. പാഞ്ചാലി, ഭൂതന, ദേവയാനി, അങ്ങനെ എത്ര വേഷങ്ങളാണ് മുത്തശ്ശി ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എവിടെ ഇരിക്കെ, ഞാൻ ദാ വരുന്നു. ആ കുഞ്ഞുങ്ങളെല്ലാം കഥകളി കാണാൻ വന്നതാ. അതൊക്കെ പഴയ കാലം. ആട്ടവിളക്കും തിരശീലയും ഓർക്കുമ്പോ ഇപ്പോഴും ഹൃദയത്തിൽ ചെണ്ടയുടെ താളം നിറയുകയാ. മുത്തശ്ശി, ഏതെങ്കിലും ഒരു വേഷം ഒന്ന് കാണിച്ചേ. ശരി ശരി, ഏത് വേഷം വേണം? മുത്തശ്ശി, പൂതന മോക്ഷം ഒന്ന് കാണിക്കാമോ? വാ വാ, നടന്നോ.
മോളെ ഏ? മോളെ 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 ചേച്ചി മോളെ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്താ മോളെ എന്താടി? ഏ? മോളെ എന്താ മോളെ തെക്കേ ജില്ലയിൽ ആർദ്രമായി ചാഞ്ഞിരുന്ന ഒറ്റ ചെറുകന്റെ താളത്തോടുകൂടി ആ പക്ഷി പാടുന്നു. എവിടെ? അവിടെ പക്ഷിയൊന്നുമില്ല, നമുക്ക് വെറുതെ തോന്നിയതാ. അല്ല, ആ പക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. തന്റെ കൊച്ചു ചെറുകന്റെ വേദന പോലും മറന്ന് ആ പക്ഷി ഇവിടെ ഇരുന്ന് പാടുന്നു ഞാൻ കണ്ടതാ. എന്താ മോളെ നീ കാണുന്നില്ലേ? ഇല്ല, എവിടെ? മോൾ എന്താ ഈ പറയുന്നേ? മോളെ മോളിങ്ങി വന്നേ. വാ വാ അകത്തേക്ക് വാ. അകത്തോട്ട്, വീട്ടിലോട്ട് വാ മോളെ. വാ വാ മോളെ. അതെ, നടന്നേ. എനിക്ക് അകത്തോട്ട് പോണം. മോളെ എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട്. മോളെ പോരുത്. മോളെ മോളെ അവിടെ നിൽക്കും മോളെ. മോളെ ആരെയാ നീ വിളിക്കുന്നേ? അച്ഛനെ നാളെ വിളിക്കാം മോളെ, ഇന്ന് രാത്രിയായില്ലേ? ഇല്ല, ഏ? ഇപ്പൊ വിളിക്കണം. അച്ഛാ, അച്ഛാ, ഞാനാ ഭദ്ര. എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ പറമ്പും വയലും നശിപ്പിച്ച് നമുക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് വേണ്ട അച്ഛാ. മരങ്ങൾ മുറിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു നേട്ടങ്ങളും നമുക്ക് വേണ്ട. മരങ്ങൾ ഭൂമിയുടെ ആത്മാവാണ്, സുഹൃതമാണ്. വെയിലേറ്റ് തളർന്നെത്തുമ്പോൾ ഇലച്ചാർത്തായി കുടപിടിക്കുന്നതും തണലാകുന്നതും ചില്ലകളായി പടർന്ന് പക്ഷികൾക്ക് കൂടുവെക്കാൻ ശിഖരങ്ങൾ ഉണ്ടാക്കുന്നതും അണ്ണാർക്കണ്ണൻ ഓടിക്കളിക്കാൻ ഇടം നൽകുന്നതും മരമാണ്. ഒടുവിൽ നെഞ്ചോട് ചേർത്ത് നിർത്തി വീണ്ടും മഴ പെയ്യുമെന്ന് ആശ്വസിപ്പിക്കുന്നതും ഇനിയൊരു ജന്മമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നതും മരമാണ്. വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റിയാൽ തണലെവിടെ? മഴയെവിടെ? കുളിർക്കാറ്റെവിടെ? കൂട്ടിൽ നിന്ന് ചിതറിപ്പോയ പക്ഷികളും മരത്തിൽ പ്രതീക്ഷ വെച്ച സർവ്വജീവികളും പിന്നെ എവിടെ പോകും? മരങ്ങൾ മുറിച്ചു മാറ്റല്ലേ, മരങ്ങൾ മുറിച്ചു മാറ്റല്ലേ, വനങ്ങൾ നശിപ്പിക്കല്ലേ, മരങ്ങൾ മുറിച്ചു മാറ്റല്ലേ. ആ വെള്ളം എന്റെ അടുത്ത്, ഞാൻ ഒഴിക്കാം. ഒരു പാട്ട് പിന്നെയും എന്ന കവിത നമ്മുടെ മനസ്സിലേക്ക് വേദനയുടെ നീർച്ചാലുകൾ എത്തിത്തെറിപ്പിക്കുകയാണ്. വളരെ ഹൃദയഭേദകമായ ചില ചിത്രങ്ങളാണ്, വനനശീകരണത്തിൻ്റെ ദുരന്തത്തെ വരച്ചു കാട്ടുന്ന ചില ചിത്രങ്ങളാണ് കേരളത്തിലെ പ്രശസ്തയായ കവയത്രി സുഗതകുമാരി ടീച്ചർ നമ്മുടെ മനസ്സിലേക്ക് പകർന്നു നൽകുന്നത്. ടീച്ചർ ശരിക്കും വനനശീകരണത്തിൻ്റെ വനനശീകരണത്തിനെതിരെ പ്രകൃതിയെ സ്നേഹിക്കേണ്ട അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിരന്തരമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അങ്ങനെ കവിത എഴുതുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ്. ടീച്ചർ ശരിക്കും തൻ്റെ കവിതയെപ്പറ്റി നമ്മളോട് സംസാരിക്കുകയാണ്. ടീച്ചർ ഒരു പാട്ട് പിന്നെയും എന്ന കവിത മാത്രമല്ല, പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതി മുറിവേൽക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തെ വ്യാഖ്യാനിക്കുന്ന, വരച്ചു കാട്ടുന്ന ഒട്ടേറെ കവിതകൾ ടീച്ചർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടീച്ചർ ഈ കവിതയെ അല്ലെങ്കിൽ ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? വനനശീകരണം, പ്രകൃതി നശീകരണം എന്നത് നമ്മെ തന്നെ നാം നശിപ്പിക്കുകയാണ്, ഈ ഭൂമിയെ തന്നെ നശിപ്പിക്കുന്നു. ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ള ഒരു സന്ദേശവുമായി വളരെ വർഷമായി ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുന്നവരാണ് ഞങ്ങളെപ്പോലുള്ള കുറച്ച് പേർ. ആദ്യകാലത്ത്, അതായത് 70കളുടെ അവസാന ഭാഗത്ത്
സൈലന്റ് വാലി എന്നുള്ള ഒരു കൊച്ചു മഴക്കാട്, പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള നമ്മുടെ ഒരു വളരെ അതിവിശിഷ്ടമായൊരു മഴക്കാടാണത്. ചെറിയ കാടാണ്, വെച്ചാൽ അതിനിബിഡമായ ജൈവ വൈവിധ്യം കൊണ്ട് അതിസമ്പുഷ്ടമായ അത്യനർഘമായ ഒരു മഴക്കാട്. അവിടെ ഒരു വലിയ അണക്കെട്ട് സ്ഥാപിക്കാൻ, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് തീരുമാനിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ അനുമതി കിട്ടി. വിദേശത്ത് നിന്ന് അതിൻ്റെ പണമെല്ലാം അനുവദിച്ചു. വൻതോതിൽ അത് ആരംഭിച്ചപ്പോഴാണ് ഈ കാട് നശിപ്പിക്കരുതേ എന്ന് പറഞ്ഞ് കുറച്ച് പേർ മുമ്പോട്ട് വന്നത്. ആ പടയാളികളിൽ ഒരാളായിരുന്നു ഞാനും. അത് രക്ഷപ്പെടുമെന്നോ അത് വിജയിക്കാൻ സാധിക്കുമെന്നൊന്നും അന്ന് ഒരു ചെറിയ ഒരു ആശ പോലും ഇല്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പാസ്സാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ പണി ആരംഭിച്ചു. അപ്പോഴേക്ക് വെട്ടി മുറിച്ച് നശിപ്പിച്ച് തീയിട്ട് അതങ്ങ് തുടങ്ങി. കെട്ടിടം പണിയും റോഡ് വെട്ടലും ഒക്കെ കാട്ടിനുള്ളിലേക്ക് അങ്ങ് ആരംഭിച്ചു. അപ്പോഴാണ് ഞങ്ങൾ കുറച്ച് പ്രകൃതി സ്നേഹികൾ, കുറച്ച് എഴുത്തുകാർ, കുറച്ച് ശാസ്ത്രജ്ഞർ, കുറച്ച് വിദ്യാർത്ഥികൾ, കുറച്ച് കലാകാരന്മാർ, രാഷ്ട്രീയാതീതമായി ചിന്തിക്കുന്നവർ, ലാഭം എന്താ എന്നുള്ളതിനെപ്പറ്റി മാത്രം സംസാരിച്ചാൽ പോരാ, രാജ്യത്തിന് ആവശ്യം എന്താ, ഭൂമിക്ക് ആവശ്യം എന്ത് എന്നുള്ളതിനെപ്പറ്റി കൂടെ തപിക്കണം എന്ന് വിശ്വസിക്കുന്നവർ, ഞങ്ങൾ കുറച്ച് പേർ അന്ന് ഒന്നിച്ചു നിന്ന് ഇതൊരു തോൽക്കുന്ന യുദ്ധമാണെന്നുള്ള ഭയത്തോടെ തന്നെ, എങ്കിലും തോൽക്കുന്ന യുദ്ധത്തിലെ തോൽക്കാത്ത പടയാളികൾ എന്നുള്ള നിലയിൽ പോരാടി. അങ്ങനെയുള്ള 7 വർഷത്തെ സമരത്തിന് ശേഷമാണ് സൈലന്റ് വാലി രക്ഷപ്പെട്ടത്. സൈലന്റ് വാലി ഇന്ന് ഒരു വേൾഡ് ഹെറിറ്റേജിൻ്റെ ഭാഗമാണ്. സംരക്ഷിത വനമേഖലയാണ്. അത് ആലോചിക്കുമ്പോൾ തന്നെ സന്തോഷം കൊണ്ട് മനസ്സ് നിറയും. ഒരു ധന്യതയാണ്. അക്കാലത്താണ് സൈലന്റ് വാലിക്ക് വേണ്ടി പ്രയത്നിക്കാൻ ഇറങ്ങിയ ആ കാലത്താണ് എന്തൊക്കെയാണ് ഈ വനനശീകരണം നടക്കുന്നത്, ഈ രാജ്യം മുഴുവൻ നടക്കുന്നത്. ഇതൊക്കെ പറ്റി മനസ്സ് വേദനിച്ച് കുറേ അധികം എഴുതി, കുറേ അധികം പ്രയത്നിച്ചു. ഒരുപാട് തവണ കോടതി കയറി, ഒരുപാട് തവണ ആയിരക്കണക്കിന് മീറ്റിങ്ങുകൾ നടത്തി. അപ്പോൾ അതിനിടയ്ക്ക് പിറന്നു വീണ ഒരു കവിതയാണ് ഒരു പാട്ട് പിന്നെയും എന്ന കവിതയിൽ കാണുന്ന ആ പക്ഷിയുടെ, ചിറകടിഞ്ഞ പക്ഷിയുടെ ആ ചിത്രം, ആ ബിംബം ശരിക്കും എന്തിനെ ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കാം? അഭയം നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട, കൂട് നഷ്ടപ്പെട്ട, തണൽ നഷ്ടപ്പെട്ട പാവപ്പെട്ട ഒരു പക്ഷി, മുറിവേറ്റ പക്ഷി. അത് സങ്കടപ്പെടുന്നു. എൻ്റെ കൂടെ എവിടെ, ഞാൻ എവിടെ ഇരിക്കും, എൻ്റെ കുഞ്ഞുങ്ങളെവിടെ, എൻ്റെ തണലെവിടെ, എൻ്റെ കാറ്റെവിടെ, എൻ്റെ വെളിച്ചം എവിടെ, എൻ്റെ ആശ്വാസം എവിടെ എന്നുള്ള ഒരു നിലവിളിയാണ്. അത് മനുഷ്യാത്മാവിൻ്റെ നിലവിളിയാകാം. അതെ അതെ. കാരണം കുട്ടികളുടെ മനസ്സിൽ ഒരു ചിത്രം പോലെയാണ് ആ കവിതയിലെ വാക്കുകൾ വന്ന് വീഴുന്നത്. അതായത് പല വരികളിലും ഇനിയും പറക്കയില്ലെന്നത് ഓർക്കാതെ ആ വിരിവാനം ഉള്ളാൽ പുണർന്നുകൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു പ്രതീക്ഷയുടെ നാമ്പ് കൂടിയുണ്ടല്ലേ? അവിടെ ആയിരിക്കാം സത്യത്തിൽ ടീച്ചറിനെ പോലെയുള്ളവരുടെ ഒരു പ്രവർത്തനങ്ങളുടെ ഒരു പ്രതീക്ഷ ബാക്കി വെക്കുന്നത് അല്ലേ? പ്രകൃതിയിലേക്ക് നീങ്ങുമ്പോൾ ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ കവിത പോലെ തന്നെ മനോഹരമാണെന്ന് കാണുന്നു. ടീച്ചറിൻ്റെ ഒരു പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾക്കെല്ലാം അറിയുകയും ചെയ്യാം. എങ്കിലും ടീച്ചറിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തന മേഖലകൾ ഏതൊക്കെയാണെന്നൊന്നൊന്ന് പറഞ്ഞു തരും. എൻ്റെ പ്രവർത്തന മേഖലകൾ കുറേ വൈവിധ്യമുള്ളവയാണ്. 1-2 മാത്രം പറയാം. പ്രകൃതി സംരക്ഷണം എന്നുള്ളത് ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് അധികൃതരെയും നമ്മുടെ ഈ മലയാളി സമൂഹത്തെയും മനസ്സിലാക്കിക്കുവാനുള്ള ശ്രമം വളരെ വർഷമായി നടത്തുന്നു. അതൊന്ന്. പിന്നെ സാധിക്കുന്നിടത്തെല്ലാം മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു, നട്ടുപിടിപ്പിക്കുന്നു. അട്ടപ്പാടിയിൽ ഒരു 100 ഹെക്ടർ മൊട്ടക്കുന്നുകളിൽ ഞങ്ങൾ നട്ടുപിടിപ്പിച്ച ഒരു കാടുണ്ട്. അതിസുന്ദരമായ, അതിനിബിഡമായ വന്യമൃഗങ്ങൾ നിറഞ്ഞ ഒരു കാടാണ്. അതിന് കൃഷ്ണവനം എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ വഴികാട്ടിയായിരുന്ന കവിയും ഞങ്ങൾക്കൊക്കെ ഗുരുവുമായിരുന്ന NV കൃഷ്ണവാര്യരുടെ പേരിലാണ് കൃഷ്ണവനം എന്ന് പേരിട്ടത്. അട്ടപ്പാടിയിൽ അങ്ങനെ ഒരു കാടുണ്ടായി എന്നുള്ളതിനെ തുടർന്ന് ഇപ്പോൾ അട്ടപ്പാടി ഒരുപാട് പച്ച മറ്റുള്ളവരുടെ ശ്രമഫലമായും സർക്കാരിൻ്റെ ശ്രമഫലമായും അട്ടപ്പാടിയിൽ പച്ച ഒരുപാട് തിരിച്ചു വന്നു കഴിഞ്ഞു. അന്ന് ഇല്ല. അതൊന്ന്.
പിന്നെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എത്രയോ കാടുകളെ രക്ഷിക്കാനുള്ള കോടതിയിൽ കയറിയിറങ്ങി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ജയിച്ചു, പലതും പരാജയപ്പെട്ടു. അതാണ് അതിൻ്റെ സത്യം. പിന്നെ നമ്മുടെ ഈ റോഡരിയിലുള്ള മരങ്ങൾ, അത് ഒരുപാട് എണ്ണത്തിൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിൽ നിൽക്കുന്ന മരങ്ങളുണ്ടല്ലോ, റോഡ് സൈഡിലെ മരങ്ങൾ, കവടിയാർ റോഡിലെ മരങ്ങൾ, അതൊക്കെ വെട്ടി വീഴ്ത്താൻ എത്രയോ വട്ടം മഴ ഉയർന്നതാണ്. അതിനിടയ്ക്ക് കൈവച്ച് അരുതെന്ന് പറയാൻ കുറച്ച് മനസ്സുകളിലൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേയൊക്കെ ബാക്കി നിൽക്കും, ഒരുപാട് പോയി. നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കണം. നിങ്ങളുടെ അമ്മയാണ് പ്രകൃതി, നിങ്ങളുടെ നിലനിൽപ്പാണ്, നിങ്ങളുടെ പ്രാണവായുവാണ്, നിങ്ങളുടെ കുടിവെള്ളമാണ്, നിങ്ങൾക്ക് കാണാനുള്ള പച്ചപ്പാണ്, തണലാണ്, പഴങ്ങളാണ്, കനികളാണ്, കായ്കളാണ്, തേനീച്ചകളാണ്, ചിത്രശലഭങ്ങളാണ്. ഇതെല്ലാം കൂടി ചേർന്നതാണ് പ്രകൃതി. അത് കുട്ടികൾ മനസ്സിലാക്കണം. ഒരു മരം, നിങ്ങളുടെ കൊച്ചു കൈകൾ കൊണ്ടോ ഒരു മരം നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ് അമ്മയോട്, ഭൂമിയോട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനം. തണുത്ത പൂന്തണൽ വീശി പടർന്നു ചൂഴ്ന്നു നിൽക്കുന്ന മരത്തിൻ്റെ തിരുമൂടിക്കിത തോഴുന്നേൻ. നീലകണ്ഠസ്വാമിയെ പോൽ വിഷം താനേ ഭുജിച്ചിട്ടു പ്രാണവായു തരുന്നോനായിത തോഴുന്നേൻ. കനിഞ്ഞു പൂക്കളും തേനും കനിയും നീട്ടി നിൽക്കും നിൻ നിറഞ്ഞ തൃക്കരങ്ങൾക്കായിത തോഴുന്നേൻ. മഴയായി പുഴയായി പശിയാറ്റും പഴമായി തുയിരിന്നു മരുന്നായി പണിക്കരുത്തായി കുഞ്ഞിക്കൈയിൽ കളിപ്പാട്ട ചിരിയായി വാർദ്ധകത്തിൻ ഖിന്നതയ്ക്കു താങ്ങി നിൽക്കാൻ ഊന്നുകമ്പായി കുരുന്നു തൊട്ടിലായി മണിമഞ്ചമായി ശാന്തമായി ഞങ്ങൾക്കുറങ്ങുവാൻ ഒടുക്കത്തെ കനൽ വീരിപ്പായി ഞങ്ങളെ കാത്തരുളൂ മാതൃപദങ്ങൾ തൊട്ടു വീണ്ടും കണ്ണിൽ വെച്ചു കണ്ണുനീരോടിത തോഴുന്നേൻ. അമ്മയെ കാത്തരുളൂ മാതൃപദങ്ങൾ തൊട്ടു വീണ്ടും കണ്ണിൽ വെച്ചു കണ്ണുനീരോടിത തോഴുന്നേൻ. തണുത്ത പൂന്തണൽ വീശി പടർന്നു ചൂഴ്ന്നു നിൽക്കുന്ന മരത്തിൻ്റെ തിരുമൂടിക്കിത തോഴുന്നേൻ. നീലകണ്ഠസ്വാമിയെ പോൽ വിഷം താനേ ഭുജിച്ചിട്ടു പ്രാണവായു തരുന്നോനായിത തോഴുന്നേൻ.